ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൂന്നാമത്തേത്, ഞാൻ ഈ മാറ്റിവെച്ച ഭക്ഷണത്തിൻ്റെ പണം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പിള്ളേരോട് ചോദിച്ചു, ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്ര രൂപ നിങ്ങൾ മാറ്റിവെക്കും? അവർ പറയും 100 രൂപയുടെ ഭക്ഷണം കഴിക്കും. ആലോചിച്ച് നോക്കിയപ്പോൾ തെറ്റൊന്നുമില്ല, ഒരു ബിരിയാണി കൊണ്ട് 120 രൂപ. നമ്മളിങ്ങനെ 100 രൂപ മാറ്റിവെച്ച് അവസാനം അതേ പൈസ എടുത്ത് ഈസ്റ്ററിൻ്റെ അന്ന് താറാവ് വാങ്ങിക്കുന്നു, പോർക്ക് വാങ്ങിക്കുന്നു, കുട്ടൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കഴിക്കുന്നു. അതെങ്ങനെയാണ് ഉപവാസമായിട്ട് മാറണേ? കർത്താവ് നമ്മളെ വളരെ വ്യക്തമായിട്ട് ശാസിക്കുന്നുണ്ട്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സുഖം മാത്രമാണ് തേടുന്നത്. നേരെ മറിച്ച് ഞാൻ ഈ മാറ്റിവെക്കുന്ന എൻ്റെ ഭക്ഷണത്തിൻ്റെ പൈസ മറ്റൊരാളുടെ വിശപ്പിന് പരിഹാരമായി മാറുമ്പോഴാണ് അത് ഉപവാസത്തിൻ്റെ ആ ഒരു ഉന്നതിയിലേക്ക് ഉയരുന്നതെന്നറിയുക. ഗാന്ധിനഗർ പള്ളിയിലായിരിക്കുമ്പോൾ ഇങ്ങനെ അവർ മാറ്റിവെച്ച പൈസ കുറേശ്ശെ കൊണ്ടുവന്ന് തന്ന അവസാനം എണ്ണി നോക്കുമ്പോൾ 87,000 രൂപയുണ്ട്. അത് കുറേ പേരുടെ ജോലി കിട്ടാനുള്ള കാരണമായെന്നുള്ളതാണ്. ഭക്ഷണവും മരുന്നും കൊടുക്കുന്നതിനപ്പുറത്ത് ചിലർക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ, ചിലർക്ക് വാടക കൊടുക്കാൻ, അങ്ങനെയൊക്കെ പരിചിതമില്ലാത്ത കുറേയേറെ സഹായങ്ങൾ. ഇങ്ങനെ മറ്റുള്ളവരുടെ ആരുടെയോ സന്തോഷത്തിനും വിശപ്പ് ശമനത്തിനൊക്കെ അത് കാരണമാകുമ്പോൾ അത് ഉപവാസമാകുന്നു. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയോർക്കണം. മറ്റൊരാളുടെ വിശപ്പ് എൻ്റെ സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് മാറ്റിവെക്കുന്ന ഭക്ഷണം മറ്റാരുടെയൊക്കെയോ അന്നമായി മാറുമ്പോഴേ അത് ഉപവാസമായി മാറൂ എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഈശോ അനുഗ്രഹിക്കട്ടെ.